ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതേപോണക്കുള്ള ബോട്ടിൽ ലാമ്പ് നമ്മളങ്ങനെ 2-3 മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോണക്കുള്ള ബാറ്ററികളൊക്കെ നമ്മൾ മേടിച്ച് ഇപ്പോൾ തന്നെ ഈ ഒരു ബാറ്ററിയുടെ വില 20 രൂപയൊക്കെയാണ്. 15-20 അങ്ങാണ്ടാണ്. അപ്പോൾ 15 രൂപ 20 രൂപയൊക്കെയാണ് ഈ ഒരു ബാറ്ററിയുടെ വില. അപ്പോൾ നമ്മൾ ഇതേപോണക്കുള്ള ബാറ്ററിയൊക്കെ മേടിച്ച് നമ്മൾ വെറുതെ കളയുവാണ്. അപ്പോൾ ഇതേപോണക്കുള്ള AA ബാറ്ററി നമ്മൾ മാറ്റിയതിൻ്റെ ശേഷം നമുക്കിതിനെ നമ്മുടെ ഒരു മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ച് നമുക്കിത് വീണ്ടും ചാർജ് ചെയ്ത് എടുക്കാൻ പറ്റിയ രീതിയിൽ നമ്മളിതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് എങ്ങനെ ഒരു റീചാർജബിൾ ലൈറ്റാക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിപ്പം ബാറ്ററിക്ക് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു 3-4 സെറ്റ് ബാറ്ററി നമ്മൾ ആഴ്ച ബാറ്ററി മേടിക്കുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ബാറ്ററിക്കൊക്കെ നല്ല റേറ്റ് വേണമല്ലോ. അപ്പോൾ ഈ ഒരു സാധനത്തിന് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ചാർജിങ് മൊഡ്യൂൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ച് നമുക്കിത് റീചാർജ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ലൈറ്റ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ഇതെൻ്റെ ഒരു പഴയ ഒരു മൊബൈലിൻ്റെ ഒരു ബാറ്ററിയാണ്. ഒരു 3.7 ബാറ്ററിയാണ്. ഇതേപോണക്കുള്ള നമുക്ക് ഈ 3 ബാറ്ററിയിൽ ഏത് ബാറ്ററി വേണമെങ്കിലും നമുക്ക് ഇതേ സെറ്റ് ചെയ്യാം. ഈ 4 ടൈപ്പ് ബാറ്ററിയും നമുക്ക് ഇതേ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന ഈ ഒരു ബാറ്ററിയാണ്. ഈ കാണുന്ന ഈ ഒരു ബാറ്ററി നമുക്ക് ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു സംഭവം എല്ലാം നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ ഈ ഒരു സ്വിച്ചും ഈ ഒരു റെസിസ്റ്റർ മാത്രമാണ് നമുക്കിതിൻ്റെ അകത്തുനിന്ന് അടിച്ച് എടുക്കാനുള്ളൂ. നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ മൊഡ്യൂളുമായിട്ട് നമുക്ക് ഈ ബാറ്ററി നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മുടെ ബാറ്ററി ഈ ഒരു മൊഡ്യൂളുമായിട്ട് നമ്മളങ്ങനെ കണക്റ്റ് ആക്കി അങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു LED സ്ട്രിപ്പ് നമുക്കിനി ഈ ഒരു ചാർജ് മൊഡ്യൂളുമായിട്ട് നമുക്കിനി കണക്ട് ചെയ്ത് എടുക്കാം. അതിന് നെഗറ്റീവും പോസിറ്റീവും എല്ലാം നോക്കിയതിന് ശേഷം കറക്റ്റ് വേണം നമുക്കിത് സോൾഡർ ചെയ്ത് എടുക്കാൻ. അപ്പോൾ നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ ഇത് സോൾഡർ ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ബാറ്ററിയിൽ നിന്ന് വരുന്ന 2 സപ്ലൈ ചാർജ് മൊഡ്യൂളിൻ്റെ B+B- അങ്ങനെ കൊടുത്തു. നെഗറ്റീവും പോസിറ്റീവും ഇത് കറക്റ്റ് തന്നെ കൊടുക്കണം. മാറിപ്പോയി കഴിഞ്ഞാൽ ബോർഡ് അടിച്ചു പോകും. അതിൻ്റെ പോളാരിറ്റി മാറാതെ തന്നെ കറക്റ്റ് കൊടുക്കണം. ഈ ഒരു ചാർജ് മൊഡ്യൂളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. ഈ ഒരു ഔട്ടിലോട്ട് സെപ്പറേറ്റ് വയർ എടുക്കാതെ ഡയറക്റ്റാണ് ഈ ഒരു സ്വിച്ച് ഇവിടെ സോൾഡർ ചെയ്തേക്കുന്നത്. B- വരുന്ന ഭാഗത്ത് നമ്മൾ ഈ LED സ്ട്രിപ്പിൽ നിന്ന് വരുന്ന വയറും കൂടെ നമ്മളങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വയറിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ സ്വിച്ച് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ബാറ്ററിക്ക് ചാർജ് ഇച്ചിരി കുറവാണ് ഗൈസ്. ഉണ്ട്, നല്ല അടിപൊളി കത്തുന്നുണ്ട്. ചാർജ് തീരെയില്ല, ചാർജ് കുറവാണ് ബാറ്ററിക്ക്. ഈ ഒരു ലൈനിലാണ് നമ്മുടെ മൊബൈലിലെ ചാർജർ ഉപയോഗിച്ച് നമുക്കിത് കണക്ട് ചെയ്ത് നമ്മുടെ ഈ ബാറ്ററി നമുക്ക് ചാർജ് ആക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. എൻ്റെ കയ്യിലാണ് C ടൈപ്പ് ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതേപോണക്കൊരു എൻ്റെ ഒരു പഴയ ഒരു ഡേറ്റ കേബിൾ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഡേറ്റ കേബിളിൻ്റെ നെഗറ്റീവും പോസിറ്റീവും എടുത്ത് ഇവിടെ രണ്ടും വരുന്നത് ഇന്നാണ് വരുന്നത്. ഈ 2 പോയിന്റിലോട്ട് നമുക്ക് ഈ 2 വയറും കൂടെ നമുക്കങ്ങനെ സോൾഡർ ചെയ്ത് വെക്കാം. ഇതേ പ്ലസും മൈനസും മാറരുത്. പ്ലസും മൈനസും കറക്റ്റ് തന്നെ കൊടുക്കണം. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി കഴിഞ്ഞാൽ അടിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. ഡാറ്റ കേബിളിൻ്റെ ഈ ഒരു വയർ നമ്മളങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ട് ഇനി നമുക്കൊരു ചാർജറിലോട്ട് നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് സപ്ലൈ ഒന്ന് കുത്തി നോക്കാം. ഓക്കെ, ചാർജ് കയറുന്നുണ്ട്. ചാർജ് കയറുന്നതിൻ്റെയാണ് പിന്നെ ഇച്ചിരി ലൂസാണ്. ചാർജ് കയറുന്നതിൻ്റെയാണ് ഈ ഒരു റെഡ് LED ഇവിടെ ഇങ്ങനെ കത്തി നിൽക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ LED ചാർജ് ആകുന്നുണ്ട്. ഞാൻ നമ്മുടെ വീഡിയോയിലെ ലൈറ്റ് ഞാൻ ഓഫാക്കി ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് ഇതേപോണക്കുള്ള എന്ത് ലൈറ്റ്, അപ്പോൾ ഇതേപോണക്കുള്ള കുപ്പിക്കകത്തൊക്കെ ഇട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന രീതിയിൽ നമ്മളിത് ചാർജ് ആക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിൽ ഈ ഒരു മൊഡ്യൂളും ഈ ഒരു ബാറ്ററിയും ഉണ്ടെന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു LED മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ബാറ്ററി മേടിച്ചാൽ മതി. നമുക്ക് ജീവിതകാലം മൊത്തം ഇത് കത്തിക്കുന്നോളും. ചാർജ് തീരുന്നതിനനുസരിച്ച് ചാർജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി മേടിച്ച് നമ്മുടെ കയ്യിലുള്ള പൈസ വെറുതെ കളയുമല്ലാതെ വേറെ ഒരു ഇതില്ല. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 100 രൂപ മുടക്കി കഴിഞ്ഞാൽ ഇതേപോണക്കുള്ള ഏത് ലൈറ്റും നമുക്ക് ഈ രീതിയിൽ നമുക്കിത് കണക്ട് ചെയ്ത് എടുക്കാം. റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു രീതി നമ്മൾ സെറ്റ് ചെയ്ത് നമുക്ക് ഇതേപോണക്ക് കുപ്പിക്കകത്തൊക്കെ നമുക്കങ്ങനെ ഇട്ട് വെക്കാം. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇങ്ങനെ ഇട്ടേക്കുന്നത്.
ഇതേ കണക്ക് ചെറിയൊരു ബോക്സോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണിച്ച ബോക്സിൻ്റെ അതായാലും ഇത്ര സാധനവും ഒതുങ്ങും. ഇതെല്ലാം കൂടെ നമ്മളിപ്പം കാണിച്ച ബോക്സിൻ്റെ അകത്തോട്ട് ഒതുക്കി വെക്കാനേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു തീപ്പെട്ടി, ഈ ഒരു ചെറിയൊരു തീപ്പെട്ടിയുടെ ബോക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തായാലും ഒതുങ്ങിയിരുന്നോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു LED-യും ഈ ഒരു ചാർജ് മൊഡ്യൂളും വെച്ചുകൊണ്ട് നമ്മുടെ അടിപൊളി ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഇടിച്ചു പൊടിക്കാനും മറക്കല്ലേ. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരത്തുള്ളൂ. LED സ്റ്റിപ്പും വെച്ചുകൊണ്ട് നമ്മൾ അടിപൊളി ഒരു ജീസസിന്റെ ഒരു കിടക്കാച്ച ഒരു വാൾ ലൈറ്റ് നമ്മൾ അങ്ങനെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെയും സൈനിങ് ഓഫ് ഷിജിൻ. ബൈ ബൈ, ടാറ്റ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.